ഹലോ, നമസ്കാരം. എല്ലാവരുടെയും ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പല കാര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ചും തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തൊടുകുറിയിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 പക്ഷികളുടെ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് തൊടുക. ഇവിടെ ആദ്യത്തെ പക്ഷി കാക്കയും രണ്ടാമത്തെ പക്ഷി ഉപ്പനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പക്ഷികളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുമ്പായി എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവനെയോ ദേവിയെയോ പ്രാർത്ഥിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് അറിയാം. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇങ്ങനെയാണ്. ആരോഗ്യത്തിൽ നിങ്ങൾക്ക് പല ഉത്കണ്ഠകൾ ഉണ്ട്. ഈ ഉത്കണ്ഠകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്ന് പറയാം. അത് നിങ്ങളുടെ ആരോഗ്യകാര്യം മാത്രമാകണം എന്നല്ല, കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെയോ ആരോഗ്യകാര്യത്തിൽ ആകാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില മനക്കഷ്ടങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി വന്നു ചേരുന്നവരാണ് ഇവർ തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നുവരുന്ന പോസിറ്റീവ് ചിന്തകളെ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത്. അതിനായി ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കുടുംബദേവതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പങ്കാളിയുമായി ആലോചിച്ച് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ സാധ്യത അല്പം കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും. ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലതിലും വിജയിക്കാനായി സന്തോഷം ജീവിതത്തിൽ കടന്നു വരാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല രീതിയിലുള്ള വിഷമങ്ങൾ അത് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചിലത് മറക്കുവാൻ സാധിക്കാത്തതായ വിഷമങ്ങളും മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം എപ്പോഴും വന്നു ചേരും. എന്നാൽ വന്നതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത്തരം കാര്യത്തിൽ കൂടുതൽ സാധ്യത ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ കലഹം വളരെയധികം വർദ്ധിച്ചു എന്നതാണ് അവസ്ഥ. കലഹം വീട്ടിൽ തന്നെയാകണമെന്നില്ല, ആ കാര്യം ഓർക്കണം. അതിനാൽ തന്നെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങൾക്ക് എന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. സാമ്പത്തികമായ ദുഃഖത്തേക്കാൾ മാനസികരമായ പ്രശ്നത്തെ വല്ലാതെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ദോഷകരമായി അലട്ടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലലട്ടുന്ന നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. മനസ്സിലേക്ക് പല രീതിയിലുള്ള ചിന്തകൾ, വിഷമങ്ങൾ കടന്നു വരികയും തരണം ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന കാര്യം ഓർക്കുക. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. എവിടെ ചെന്നാലും അവർ ചെന്നിടത്ത് പണം വന്നു നിറയുന്നതായ അവസ്ഥ, അത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ധനവരവിനായി നേട്ടങ്ങളും നിങ്ങളുടെ തൊഴിൽ സംബന്ധപ്പെട്ടമായ പ്രശ്നങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പ്രശ്നങ്ങളിലെയോ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും.
വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഉണ്ട് പോലും അത് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരും. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇഷ്ടദേവതയെ നിത്യവും ഭജിച്ച് മുന്നോട്ടു പോകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ പല ദോഷകരമായ ഫലങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കും. തീർച്ചയായും നിങ്ങൾ ഉയർച്ച നേടുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് പല അവസരങ്ങളിലും പ്രകടമാകും. അല്ലെങ്കിൽ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തീർച്ചയായും പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ തുണയ്ക്കുന്നതായ അല്ലെങ്കിൽ പലപ്പോഴും ഘട്ടങ്ങളായോ അല്ലെങ്കിൽ മറ്റൊരവസരങ്ങളിലോ ഒരു സഹായം ലഭിക്കുന്നതായി അല്ലെങ്കിൽ ഒരു പിന്തുണ ലഭിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. ദൈവാധീനം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹങ്ങൾ നിങ്ങൾ ശക്തി പകരുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളും പരിഹാരങ്ങളും കണ്ടെത്താൻ ഇഷ്ടദേവതയെ നിത്യം പ്രാർത്ഥിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകുമെന്നാണ് കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവുമായോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുമായോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറമേ കാണിക്കാറില്ല. സത്യം, നിങ്ങളുടെ ജീവിതത്തിൽ മനോധൈര്യം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മനോധൈര്യം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യസമയം വന്നു ചേരും എന്നത് പ്രകടമാകും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അത് തീർച്ചയായും അടുത്തു തന്നെ അത്തരത്തിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളിലുള്ള കഴിവ് മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുക. മറ്റുള്ളവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൈയൊഴിഞ്ഞ് പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് ഓർക്കുക. സ്നേഹിക്കുന്ന വ്യക്തികളോട് വളരെയധികം സ്നേഹത്തിൽ പെരുമാറാൻ കഴിയുന്നതും പ്രത്യേകതയാണ്. സുഹൃത്തുക്കൾ ഇവർക്ക് ജീവന് തുല്യം പ്രാധാന്യപ്പെട്ടതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു എന്നതും സന്തോഷകരമാണ്. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ തന്നെയുണ്ട്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇഷ്ടദേവതയുടെ കടാക്ഷം കൂടെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഷ്ടദേവതയുടെ ഐശ്വര്യം നിങ്ങളിലുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോവുക. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെയെല്ലാം ഐശ്വര്യം കൊണ്ടുവരാൻ സാധിക്കും. അത് ഇഷ്ടദേവതയുടെ ഐശ്വര്യത്തിന് ആണ്. എല്ലാ കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വീട്, നിങ്ങളുടെ ആഗ്രഹ സാഫല്യം, ലക്ഷ്യത്തിലേക്ക് എത്തുക, അതുപോലെ തന്നെ കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. അത് എല്ലാം ശരിയായ രീതിയിലും സമയത്തും നിങ്ങളിലേക്ക് നടക്കുക തന്നെ ചെയ്യും. അതിനാൽ ഒരിക്കലും ഇഷ്ടദേവതയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വയം പഴിചാർത്തുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ശ്രമങ്ങൾ നടത്തി മുന്നോട്ടു പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം എത്തിക്കും എന്ന കാര്യം സത്യമായും പറയാം. നമ്മൾക്ക് സൗഭാഗ്യം തന്നിരിക്കുന്ന ഇഷ്ടദേവനെയോ അതോ ദേവിയോ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇഷ്ടദേവതയുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും.